ഇനി മുതൽ കാറിൽ ധൈര്യമായി കൂളിംഗ് ഫിലിം ഒട്ടിക്കാം. MVDയും പിടിക്കില്ല, ഫൈനും അടയ്ക്കണ്ട. കാറുകളിലെ ഗ്ലാസുകളിൽ കൂളിംഗ് ഫിലിമുകൾ പതിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ് നൽകി. അംഗീകൃത വ്യവസ്ഥകൾക്കനുസൃതമായി കൂളിംഗ് ഫിലിം പതിപ്പിക്കുന്നത് അനുവദനീയമാണെന്നും ഇതിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാനോ പിഴ ചുമത്താനോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അവകാശമില്ലെന്നും ജസ്റ്റിസ് N. നഗരേഷ് വ്യക്തമാക്കി. കൂളിംഗ് ഫിലിം ഒട്ടിച്ചതിന് MVD പിഴ ചുമത്തിയതിനെതിരെ വാഹന ഉടമ, അതുപോലെ കൂളിംഗ് ഫിലിം നിർമ്മിക്കുന്ന കമ്പനി, കൂളിംഗ് ഫിലിം വ്യാപാരം നടത്തിയതിന്റെ പേരിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് കാണിച്ച് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയ സ്ഥാപനം എന്നിവർ ചേർന്ന് സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ സുപ്രധാന വിധി. വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും സേഫ്റ്റി ഗ്ലാസിന് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കാൻ 2021 ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾ വകുപ്പ് 100ന്റെ ഭേദഗതി അനുസരിച്ച് അനുവദിക്കുന്നുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ 2019 മാനദണ്ഡങ്ങൾക്കനുസൃതമായ സേഫ്റ്റി ഗ്ലേസിംഗ് ആണ് അനുവദനീയമായിട്ടുള്ളത്. സേഫ്റ്റി ഗ്ലാസിന്റെ ഉൾവശങ്ങളിൽ പ്ലാസ്റ്റിക് ഫിലിം പതിപ്പിച്ചിട്ടുള്ളത് സേഫ്റ്റി ഗ്ലേസിംഗിന്റെ നിർവചനത്തിൽ ഉൾപ്പെടും. എന്നാൽ ഇവയ്ക്ക് മുന്നിലും പിന്നിലും 70%, വശങ്ങളിൽ 50% സുതാര്യത വേണമെന്നാണ് ചട്ടങ്ങൾ പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് നിയമപരമാണെന്ന് കോടതി വ്യക്തമാക്കിയത്. ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് സുപ്രീം കോടതിയുടെ വിലക്കുണ്ടെന്ന് എതിർഭാഗം ചൂണ്ടിക്കാണിച്ചുവെങ്കിലും നിലവിലുള്ള വിധികൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് മുൻപുള്ളതായിരുന്നുവെന്നും അന്ന് സേഫ്റ്റി ഗ്ലാസ് മാത്രമേ അനുവദനീയമായിരുന്നുള്ളൂവെന്നും കോടതി വ്യക്തമാക്കി. സേഫ്റ്റി ഗ്ലേസിംഗ് വാഹനങ്ങളിൽ ഘടിപ്പിക്കാൻ വാഹന നിർമ്മാതാവിന് മാത്രമാണ് അനുവാദമുള്ളതെന്ന വാദവും കോടതി തള്ളി. ഈ വിധി വാഹന ഉടമകൾക്ക് ഒരാശ്വാസമാണ്. കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ സ്വകാര്യത സംരക്ഷിക്കാൻ പറ്റും. ഒരിടക്കാലത്താണ് കാറുകളിൽ ഒട്ടിച്ചിരുന്ന ഫിലിമുകൾ ഇളക്കി മാറ്റുകയും പിഴ ചുമത്തുകയും ചെയ്തത്. ഫിലിം ഒട്ടിച്ച കാറുകൾ MVD ഉദ്യോഗസ്ഥർ ഓടിച്ചിട്ട് പിടിച്ച് പിഴ ചുമത്തുകയായിരുന്നു. ഇത് ഒട്ടേറെ തർക്കങ്ങളും വഴക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഫിലിം ഒട്ടിച്ചു കൊടുത്തിരുന്ന എത്രയോ സ്ഥാപനങ്ങളാണ് പണിയില്ലാതെ പൂട്ടിപ്പോയത്. എത്ര പേരുടെ കഞ്ഞുകൂടിയാണ് മുട്ടിയത്. എത്ര പേരുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടത്. കോടതിയുടെ വൈകി വന്ന ഈ തീരുമാനം ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് ആശ്വാസമാകും.